EFT അതെ, എന്താണത്? ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്നതിൻ്റെ ഫുൾ രൂപം. അതായത് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്ട്രെസ്, ടെൻഷൻ, ആങ്സൈറ്റി ഇതിൽ നിന്നൊക്കെ ഒരു ഫ്രീഡം നൽകുന്ന വളരെ ലേറ്റസ്റ്റ് ആയുള്ളൊരു മൈൻഡ് ബോഡി ടെക്നിക്ക് എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാം. പേര് പറയുന്ന പോലെ തന്നെ ഒരു ഫ്രീഡാണ്. സെല്ലുലാർ ഹീലിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മുടെ സെല്ലുകളിൽ നമുക്കറിയാം, സെല്ലുകൾക്ക് മെമ്മറി ഉണ്ടല്ലോ. ഇപ്പോൾ DNA കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഈ സെല്ലുകളിൽ സ്റ്റോർ ചെയ്യപ്പെട്ട മെമ്മറിയെ ശരിക്കും ക്ലിയർ ചെയ്യാൻ EFT വളരെ യൂസ്ഫുൾ ആയുള്ള ഒരു ടെക്നിക്കാണ്. അതെങ്ങനെയാണത് ക്ലിയർ ചെയ്യുന്നത്? ഈ സെല്ലുകളിലുള്ള ഈ മെമ്മറിയെ ശരിക്കും റൂട്ട് കോസിനെ കണ്ടെത്താണ് ടാപ്പിങ്ങിലൂടെ ചെയ്യുന്നത്. ടാപ്പിംഗ് എന്താണത്? ടാപ്പിംഗ് നമ്മുടെ ശരീരത്തിൽ തന്നെ 16ഓളം പോയിന്റ്സ്, മെറിഡിയൻ പോയിന്റ്സ് ആണ്. ഈ പോയിന്റ്സിൽ നമ്മൾ ടച്ച് ചെയ്യാന്ന് പറയും. ഈ ലൈറ്റായിട്ട് ഫെദർ ടച്ച് എന്നാണ് പറയും. നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളിലുള്ള നമ്മുടെ ഈ ഇമോഷൻസ് ബോഡിയിൽ ഫിസിക്കലി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം അത്തരം സ്ട്രെസ്ഫുൾ മെമ്മറീസിനെ നമ്മൾ എന്ത് ചെയ്യുക, അത് ഹിഡൻ ആണ്, പലപ്പോഴും നമ്മൾ അറിയാതെ കിടക്കുകയാണ്. ടാപ്പ് ചെയ്യുമ്പോൾ ഇത് പുറത്ത് വരും. സർഫേസിംഗ് എന്നാണ് പറയാം. അപ്പോൾ ടാപ്പിങ്ങിൽ ഇത് പുറത്ത് വരികയും അതേസമയം ഇതേ ടാപ്പിങ്ങിലൂടെ തന്നെ ഇത് റിലീസ് ചെയ്യുകയും ചെയ്യുന്നുള്ളത് അതിൻ്റെ ബ്യൂട്ടി അതാണ്. താങ്കളുടെ അസിഡിറ്റിയുടെ പ്രോബ്ലം തീർത്തു എന്ന് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു കേസ് സ്റ്റഡി പറയാനായിട്ട് പ്രേക്ഷകർക്ക്? തീർച്ചയായിട്ടും എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സ്റ്റോറി ഉണ്ട്. 2018 സംഭവം. താങ്കൾ ഇന്ന് കൊടുക്കുന്ന സേവനം എന്താണ്, എങ്ങനെയാണ്? ബാച്ചുകളായിട്ട് 1 month കോഴ്സ് എന്ന രീതിയിലാണ് ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം മനസ്സാണ് എന്ന് പറയും. നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് സ്ട്രെസ് അഥവാ പിരിമുറുക്കമാണ്. പലപ്പോഴും ഈ പിരിമുറുക്കം നമ്മളിൽ അസുഖങ്ങൾ ക്ഷണിച്ചു വരുത്തിയേക്കാം, ബന്ധങ്ങൾ നശിപ്പിച്ചേക്കാം. ഇത് തിരിച്ചറിഞ്ഞ് ഒരു കർമ്മമേഖല കണ്ടെത്തിയ ഒരു അധ്യാപകൻ തുടങ്ങിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ കഥയാണ് ഇന്ന് സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ നിരവധി സംരംഭകരാണ് വന്നിരിക്കുന്നത്. എന്നാൽ അത് വ്യത്യസ്തമായ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ളൊരു കഥയിലേക്ക് സ്വാഗതം. നമ്മുടെ പല പ്രശ്നങ്ങൾക്കും മൈൻഡ് ഒരു തടസ്സമാണെങ്കിൽ ആ മൈൻഡിനെ ഹീൽ ചെയ്യാൻ പറ്റുമോ? പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ പറ്റുമോ? വേണമെങ്കിൽ നമ്മുടെ രോഗം തന്നെ ഹീൽ ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഉത്തരം റഫീഖ് എന്ന ഒരു വ്യക്തി എൻ്റെ കൂടെയുണ്ട്. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അതിനുശേഷം തുടങ്ങിയ ഒരു ഹീലിംഗ് ടെക്നിക്ക് എന്താണെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. റഫീഖ്, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. താങ്കൾ അറിയപ്പെടുന്നത് റഫീഖ് ചെറുശ്ശേരി എന്നാണ്. യെസ്, റഫീഖ് ചെറുശ്ശേരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ തന്നെ അറിയപ്പെടാൻ ആഗ്രഹിച്ചത് ആദ്യം. എൻ്റെ ഫാമിലിയും അതായതുകൊണ്ട് തന്നെ ആ രീതിയിൽ എനിക്കറിയപ്പെടാൻ സാധിച്ചു എന്നുള്ള എൻ്റെ വിശ്വാസം. വെരി ഗുഡ്. താങ്കളുടെ നാട് എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ അരീക്കോട് അടുത്ത് കാവന്നൂരാണ് സ്വദേശം. പഠിച്ചത് നാട്ടിൽ തന്നെയാണ്. ഹൈസ്കൂളും പിന്നീടുള്ള കോളേജ് വിദ്യാഭ്യാസമൊക്കെ നാട്ടിൽ തന്നെ ആയിരുന്നു. എന്തായിരുന്നു വിദ്യാഭ്യാസം? ശരിക്ക് BA ഇംഗ്ലീഷ് ആയിരുന്നു. ഡിഗ്രി ഇംഗ്ലീഷ് കഴിഞ്ഞ ശേഷം B.Ed എടുത്തു. ടീച്ചർ ആവണമെന്ന് ചെറുപ്പം മുതലേ ആഗ്രഹം. അങ്ങനെ എന്ത് ചെയ്തു, ടീച്ചിങ് മേഖലയിൽ വന്നു. അങ്ങനെ B.Ed കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ ഒരു ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് ജോലിയിൽ പ്രവേശിച്ചു, സർവീസിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. ഏത് സ്കൂളിലായിരുന്നു അത്? മലപ്പുറം ജില്ലയിൽ തന്നെ കോട്ടക്കലടുത്തുള്ള KHM ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ചു. അത് ഇംഗ്ലീഷ് അധ്യാപകനായിട്ട്. താങ്കൾ ഈ പഠനത്തോടൊപ്പം തന്നെ പഠിക്കുക എന്നുള്ളത് താങ്കളുടെ ഒരു പാഷനായിരുന്നു അല്ലേ? അതെ, പഠിക്കുക എന്നുള്ളത് ചെറുപ്പം മുതലേ വലിയൊരു പാഷനായിരുന്നു. അതിലുപരി കേവലം പുസ്തകത്തിൽ ഒതുങ്ങി നിൽക്കുന്നതിന് പകരം പുതിയ കാര്യങ്ങൾ പഠിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ലൈഫുമായി ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഈ ഒരു മേഖലയിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ കഴിയും, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മാറ്റം വരുത്താൻ കഴിയും. അങ്ങനെയാണ് ഒരു ടീച്ചിങ് എന്നതിലപ്പുറത്തേക്ക് ഒരു പാഷൻ തലക്ക് പിടിക്കുകയും പിന്നീട് ട്രെയിനിങ്ങിലേക്ക് വരികയും അങ്ങനെ മോട്ടിവേഷണൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നതാണ്. ശരിക്കും എനിക്ക് വേണ്ടി ഒരു സെൽഫ് ഹെൽപ്പ് എന്ന രീതിയിൽ നമ്മളായിരിക്കുന്ന പ്രശ്നങ്ങളൊന്ന് ക്ലിയർ ചെയ്തെടുക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. പിന്നീട് അത് എന്നെ ഒരു ട്രെയിനറാക്കി മാറ്റുകയാണ് ചെയ്തത്. ആ സമയത്താണ് താങ്കൾക്ക് വലിയൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നത് ഒരു ട്രെയിനിങ്? അതെ, ഒരു ട്രെയിനറായിട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ എളുപ്പമാണ്. ആൾ ലൈഫിൽ മാറ്റം വരുത്തുക എന്നുള്ള അത്യാവശ്യം സംസാരിക്കാൻ കഴിയുന്ന ആൾക്ക് അത് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മളുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് നമുക്കറിയാം, ഉള്ളിലുണ്ടല്ലോ ഈ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിനെ ക്ലിയർ ചെയ്തെടുക്കാതെ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകുകയും അങ്ങനെ നമ്മുടെ ഉള്ളിലെ ഈ സ്ട്രെസ് പാറ്റേണുകൾ അതിന് കാരണം എന്താണ് അങ്ങനെ കണ്ടെത്താൻ വേണ്ടി യാത്രയിലാണ് എൻ്റെ സുഹൃത്ത് വഴി ഈ EFT എന്നുള്ള മേഖല പരിചയപ്പെടുകയും അങ്ങനെ. അതെ, എന്താണത്? ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്നതിൻ്റെ ഫുൾ രൂപം. അതായത് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്ട്രെസ്, ടെൻഷൻ, ആങ്സൈറ്റി ഇതിൽ നിന്നൊക്കെ ഒരു ഫ്രീഡം നൽകുന്ന
വളരെ ലേറ്റസ്റ്റ് ആയുള്ള ഒരു മൈൻഡ് ബോഡി ടെക്നിക്ക് എന്നതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് താങ്കളൊരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു. അതെ, 2014 കോഴിക്കോട് വെച്ചുള്ള പ്രോഗ്രാം എൻ്റെ സുഹൃത്ത് വഴി അറ്റൻഡ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഒരു പുതിയ ഒരു കാര്യം പഠിക്കാൻ, അതേപോലെ എൻ്റെ ലൈഫിൽ മാറ്റം വരും, എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ചെന്നതാണ്. പക്ഷേ ശരിക്കും അത് ഒരു ലൈഫ് ചേഞ്ചിങ് ആയിരുന്നു. അങ്ങനെ അവിടുന്ന് കിട്ടിയ ഇൻസൈറ്റ്സും ഈ പുതിയൊരു തെറാപ്പിയും കിട്ടിയപ്പോഴേക്ക് ഞാൻ വർഷങ്ങളായി അനുഭവിച്ച ചില പ്രശ്നങ്ങൾ അവിടെ വെച്ച് മാറുകയാണ് ചെയ്തത്. അതാണ് എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ചത്. താങ്കളുടെ സെൽഫായിട്ട് താങ്കളൊന്ന് ഉപയോഗിച്ച് നോക്കി. അതെ, അതായത് കുറേ വർഷങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചിരുന്ന ഒരു അസിഡിറ്റി പ്രശ്നം ഉണ്ടായിരുന്നു. ആഹാ. ഞാൻ പല വിധത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ആയുർവേദം, അലോപ്പതി, യുനാനി, പല മെഡിസിൻ കഴിച്ചിട്ടും മാറ്റം ഉണ്ടാകുന്നില്ല. തൽക്കാലം ആശ്വാസം ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് മനസ്സിലായി ഇതിലെന്താണ്, ഇത്രയും മരുന്ന് കഴിച്ചിട്ടും എന്തോ ഒരു മാറ്റം ഇല്ലാത്ത ചിന്തിച്ചപ്പോഴാണ് സംതിങ് റിലേറ്റഡ് ടു മൈൻഡ് ഓർ തോട്ട്സ് ഓർ സ്ട്രെസ്. കാരണം എൻ്റെ ഉള്ളിൽ ചില സ്ട്രെസ് ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. നമ്മൾ ഈ മേഖല പരിചയപ്പെട്ടപ്പോൾ തന്നെ പോസിറ്റീവ് മൈൻഡ് സെറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഉള്ളിൽ ചില സ്ട്രെസ് കളിക്കുന്നുണ്ടെന്നും, അപ്പോൾ ഇതുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ടോ എന്നുള്ള തോട്ട് വരികയും, അങ്ങനെ എൻ്റെ സുഹൃത്ത് ഇതിന് കണക്റ്റ് ആവുകയും എന്നെ വിളിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിലാണ് ഈ പ്രശ്നം. അപ്പോൾ അവിടെ വെച്ചൊരു വിത്തിൻ 20 മിനിറ്റ്സിനുള്ളിൽ തന്നെ ആ പ്രശ്നം അവിടെ ഹീലാവുകയാണ് ചെയ്തത്. അതെന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി എന്നുള്ളതാണ്. അതൊരു കോൺഫിഡൻസ് ഉണ്ടാക്കി. ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കി. കാരണം പിന്നെ അത് പഠിപ്പിക്കണം എന്നായി ആഗ്രഹം. ലൈഫിൽ മാറിയത് അങ്ങനെയാണല്ലോ. നമ്മുടെ ലൈഫിൽ ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കിയത് അത് ആളുകൾ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹം വരികയും, അപ്പോൾ അങ്ങനെ എവിടെയാണ് ആദ്യം പരീക്ഷിച്ചത്? ആദ്യമായിട്ട് ശരിക്കും ഞാൻ പരീക്ഷ എൻ്റെ സ്കൂളിൽ തന്നെയായിരുന്നു. ആ. സ്കൂളിൽ ഞാൻ സ്കൂളിൽ ഇത്തരം മേഖല ഇടപെടുന്ന ആളായതുകൊണ്ട് HM എന്നെ വിളിച്ച് ഇത്തരം കുട്ടികളെ ഏൽപ്പിക്കുമായിരുന്നു. പ്രശ്നക്കാരായ പ്രശ്നക്കാരായ കുട്ടികളെ ഏൽപ്പിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പുതിയത് പഠിച്ചതല്ലേ അത് എക്സ്പെരിമെൻ്റ് ചെയ്താൽ വിചാരിച്ചു. വലിയ റിസൾട്ട് ഉണ്ടാക്കി. അപ്പോൾ സ്കൂളിൽ തന്നെ അത്യാവശ്യം ഇത്തരം കുട്ടികളെ ഡീൽ ചെയ്യാനുള്ള ഒരു അവസരം അവിടെ നിന്ന് ലഭിച്ചു. പിന്നീട് വേറൊരു സെൻറ്റർ ഉണ്ടായിരുന്നു, കോച്ചിങ് സെൻറ്റർ നമ്മളെ ബന്ധപ്പെട്ട് അവിടെയും നമ്മൾ ഇതേപോലെ ഇത് പരീക്ഷിച്ച് തുടങ്ങി. അപ്പോൾ ആത്മവിശ്വാസം കൂടി. വൻ വിജയമായിരുന്നു. കാരണം 2 സ്കൂളുകൾ ഒരു ഏകദേശം 200ഓളം കുട്ടികൾ പങ്കെടുത്തൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുകയും അതിൽ നല്ല ഒരു ശതമാനം കുട്ടികൾക്കും ആ വർഷത്തെ SLC റിസൾട്ടിൽ വലിയ മാറ്റം ഉണ്ടാവുകയും ചെയ്തു. വെരി ഗുഡ്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ആകാംക്ഷ കൂടുകയാണ്, അവരുടെ സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് EFT? എന്താണ് ഇതിൻ്റെ EFTയുടെ രൂപം ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്നുള്ളതാണ്. അതായത് പേര് പറയുന്ന പോലെ തന്നെ ഒരു ഫ്രീഡാണ്. നമ്മൾ കുറേ കാലമായിട്ട് അനുഭവിക്കുന്ന പല സ്ട്രെസ് പാറ്റേണും നമുക്കറിയില്ല. നമ്മുടെ മൈൻഡിൻ്റെ ഉള്ളിൽ സബ് കോൺഷ്യസ്ലി അടിഞ്ഞുകൂടിയ പല ചെറുപ്പത്തിലെ ചൈൽഡ്ഹുഡ് ട്രോമാസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ലൈഫിൽ, മാരീഡ് ലൈഫിലൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ നമ്മളറിയാതെ അത് ഉള്ളിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം മെമ്മറീസാണ് ആക്ച്വലി നമുക്ക് ഈ സ്ട്രെസ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ സ്ട്രെസ് പാറ്റേൺ കണ്ടെത്തി, ഈ റൂട്ട് കോസുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ ഹീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് EFTയിൽ പറയുന്നത്. ശരി. അപ്പോൾ ഈ റൂട്ട് കോസിനെ കണ്ടെത്താനും ഈ തെറാപ്പി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യാൻ ഒരു ക്ലിയറിങ് പ്രോസസ്സാണ്. സെല്ലുലാർ ഹീലിംഗ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മുടെ സെല്ലുകളിൽ നമുക്കറിയാം സെല്ലുകൾക്ക് മെമ്മറി ഉണ്ടല്ലോ. ഇപ്പോൾ DNA കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഈ സെല്ലുകളിൽ സ്റ്റോർ ചെയ്യപ്പെട്ട മെമ്മറിയെ ശരിക്കും ക്ലിയർ ചെയ്യാൻ EFT വളരെ യൂസ്ഫുൾ ആയുള്ള ഒരു ടെക്നിക്കാണ്. അതെങ്ങനെയാണത് ക്ലിയർ ചെയ്യുന്നത്? ഈ സെല്ലുകളിലുള്ള ഈ മെമ്മറിയെ ശരിക്കും റൂട്ട് കോസിനെ കണ്ടെത്താണ് ടാപ്പിങ്ങിലൂടെ ചെയ്യുന്നത്. ടാപ്പിംഗ് എന്താണത്? ടാപ്പിംഗ് എന്ന് നമ്മുടെ ശരീരത്തിൽ തന്നെ 16ഓളം പോയിന്റ്സ്, മെറിഡിയൻ പോയിന്റ്സ് അറിയാം. ഈ പോയിന്റ്സിൽ നമ്മൾ ടച്ച് ചെയ്യാന്ന് പറയാം. ഈ ലൈറ്റായിട്ട് ഫെദർ ടച്ച് എന്നാണ് പറയാം. ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളിലുള്ള നമ്മുടെ ഈ ഇമോഷൻസ് ബോഡിയിൽ ഫിസിക്കലി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാറുണ്ട്, ഇപ്പോൾ ബാക്ക് പെയിൻ ആയിട്ടും ലെഗ് പെയിൻ ആയിട്ടും റീസൺ അറിയില്ല. പലപ്പോഴും ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ പറയും നിങ്ങൾക്ക് വേറെ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, നിങ്ങൾക്ക് മെഡിസിൻ അല്ല ആവശ്യം, നിങ്ങൾ മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പ്രശ്നം ക്ലിയർ ആവുമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ നമ്മുടെ മെമ്മറീസാണ്. അപ്പോൾ അത്തരം സ്ട്രെസ്ഫുൾ മെമ്മറീസിനെ നമ്മൾ എന്ത് ചെയ്യുക, അത് ഹിഡൻ ആണ്, പലപ്പോഴും നമ്മളറിയാതെ കിടക്കുകയാണ്. ടാപ്പ് ചെയ്യുമ്പോൾ ഇത് പുറത്ത് വരും, സർഫേസിംഗ് എന്നാണ് പറയാം. അപ്പോൾ ടാപ്പിങ്ങിൽ ഇത് പുറത്ത് വരികയും അതേസമയം ഇതേ ടാപ്പിങ്ങിലൂടെ തന്നെ ഇത് റിലീസ് ചെയ്യുകയും ചെയ്യുന്നുള്ള അതിൻ്റെ ബ്യൂട്ടി അതാണ്. ഇത് ഉള്ളിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്ന് ക്ലിയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി ടാപ്പിംഗ് എന്ന് പറയുന്നത്. താങ്കൾ പറയുന്നത് താങ്കളുടെ അസിഡിറ്റി മാറി എന്ന് പറയുന്നത് പോലെ തന്നെ ഇമോഷണൽ ട്രോമാസും ഇതുപോലെ ടാപ്പിങ്ങിലൂടെ റിലീസ് ചെയ്യാമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അനുഭവിക്കുന്ന ട്രോമയുടെ ബേസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇമോഷണൽ പെയിൻസ് ആണ്. ഒരുപാട് ഫിസിക്കൽ ഡിസീസ് വരുന്നത് ഈ രീതിയിലാണ്. അപ്പോൾ ഇതിനെ ശരിക്കും പറഞ്ഞാൽ മെമ്മറി കണ്ടെത്തി ടാപ്പ് ചെയ്ത് നമുക്ക് സുഖമായിട്ട് ഹീൽ ചെയ്തെടുക്കാൻ, റിലീസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു സംഭാഷണത്തിലൂടെയാണോ അതോ ഇൻഫർമേഷൻ കൊടുക്കുന്നത് വഴിയാണോ, എങ്ങനെയാണ് ആ വ്യക്തിക്ക് മനസ്സിലാവുക അയാൾക്ക് ഈ പ്രോബ്ലം ഉണ്ടെന്ന്? ഈ സാധാരണഗതിയിൽ സജഷൻ കൊടുക്കുക എന്നൊക്കെ പറയാറുണ്ട് തെറാപ്പിയിലൊക്കെ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. EFT തികച്ചും വ്യത്യസ്തമാണ്. കാരണം ഇത് ക്ലയൻറ്റിന് അറിയാം ഉള്ളിൽ എന്താണുള്ളതെന്ന്. പക്ഷേ അതൊന്ന് തുറന്നു കൊടുത്താൽ മതി. ടാപ്പിംഗ് ശരിക്കും ഒരു ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇന്നതാണ് എൻ്റെ പ്രശ്നം എന്നുള്ളവർ അതുവരെ മനസ്സിലാക്കാത്ത ഒരു റിയലൈസേഷൻ അവരുടെ ഉള്ളിലുണ്ടാവുകയും അതിലൂടെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ ടാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് അത് ക്ലിയറായി പോകും എന്നുള്ളതാണ്. അതിന് കൂടെ നമുക്ക് കുറച്ച് അഫർമേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് അഫർമേഷൻസും കുറച്ച് സജഷൻസും കൊടുക്കാവുന്നതാണ്. നിർബന്ധമില്ല ആ രീതിയിൽ അത് വർക്കൗട്ട് ചെയ്യുന്നുള്ളതാണ്. താങ്കളിത് പഠിച്ചു, താങ്കളിൽ അത് പരീക്ഷിച്ചു, 200ഓളം വിദ്യാർത്ഥികളിലും അത് പരീക്ഷിച്ചു. അവിടെയും നല്ല വിജയശതമാനം ഉണ്ടായെന്ന് പറഞ്ഞു. പിന്നീട് എന്താ ചെയ്തത്? ശരിക്കും ഈ വിദ്യാർത്ഥികളിൽ നിന്ന് പിന്നീട് ആ എനർജി നമുക്ക് ആ ഒരു വലിയൊരു കോൺഫിഡൻസ് ലഭിക്കുകയാണ്. റിസൾട്ട് കിട്ടുന്നില്ല. പിന്നെ ആദ്യമായിട്ട് 2015 അരീക്കോട് വെച്ച് 6 പേര് പങ്കെടുത്തൊരു പ്രോഗ്രാം. ഫസ്റ്റ് പ്രോഗ്രാം അതായിരുന്നു. അതിൽ പങ്കെടുത്ത 6 പേർക്കും വളരെ മികച്ച റിസൾട്ട് ഉണ്ടാവുകയും അത് കോൺഫിഡൻസ് ഒന്നുകൂടെ വളർത്തുകയും പിന്നീട് ഞാൻ അതുവരെ എടുത്ത ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ആക്ച്വലി നിർത്തിവെക്കുകയാണ് ചെയ്തത്. പിന്നീട് ഇതിലേക്ക് കംപ്ലീറ്റ് ഫോക്കസ് ചെയ്തു. EFTയിലേക്ക്. EFTയിലേക്ക് ട്രെയിനിങ് കംപ്ലീറ്റ് മാറ്റുകയാണ് ചെയ്തത്. വലിയ ഒരുപാട് തുടർച്ചയായുള്ള അവസരങ്ങൾ ലഭിച്ചു എന്നുള്ളതാണ് പിന്നീടുണ്ടായ ഒരു അനുഭവം. അപ്പോൾ പിന്നീട് ഇത് ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി താങ്കൾ. അങ്ങനെ ഈ ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കർമ്മമേഖല ഇതാണ്. ഞാനൊരു സ്കൂൾ അധ്യാപകന് നിൽക്കേണ്ട ആളല്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ ശരിക്കും അങ്ങനെ ഒരു പാഷൻ ഞാൻ കണ്ടെത്തുകയും പൂർണ്ണമായി ഇതിലേക്ക് മാറണമെന്നുള്ള തീവ്രമായുള്ള ആഗ്രഹം. അങ്ങനെയാണ് 2022 ഞാൻ ചെയ്തു വരുന്ന ആ ജോലി അത് റിസൈൻ ചെയ്യുകയും റിസൈൻ ചെയ്തു. അതെ. നല്ലൊരു ജോലിയാണ്, അധ്യാപകനാണ്, അത് വേണ്ടെന്ന് വെച്ചു. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിലപ്പുറത്തേക്കുള്ള കർമ്മ മേഖല കണ്ടെത്തിയതുകൊണ്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ എന്നെ അതിൽ പറഞ്ഞു കേട്ടോ, വേണ്ട ഈ പണി എടുക്കരുത്, കാരണം ഇത് അപകടമാണ്, ഇതിൻ്റെ ഒരു ഭാവി എന്താവുന്നതിനെ കുറിച്ച് പലർക്കും വലിയ ആശങ്കയായിരുന്നു. പക്ഷേ എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. റിസൈൻ ചെയ്തു, പൂർണ്ണമായിട്ട് ഇതിലേക്ക് മാറുകയാണ് ചെയ്തത്. പിന്നീട് എന്താണ് ചെയ്തത്? പിന്നീട് വലിയൊരു ജേണി തന്നെയായിരുന്നു. ഓക്കെ. ഈ കഴിഞ്ഞ 3 വർഷം ഉണ്ടായത് വലിയൊരു ഇമ്പാക്റ്റാണ്. ഒരു 1000, 1500 ആളുകളിൽ ഒതുങ്ങിയ ഈ ഒരു കമ്മ്യൂണിറ്റി പിന്നെ ഏകദേശം ഒരു 8000-ലധികമുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് മാറാൻ പറ്റി എന്നുള്ളതാണ്. ഓരോ ബാച്ചുകളിലും ആളുകൾ ഘട്ടം ഘട്ടമായിട്ട് കൂടി വരികയും ബാച്ചുകൾ. അപ്പോൾ ബാച്ചുകളായിട്ട് താങ്കൾ ഇന്ന് കൊടുക്കുന്ന സേവനം എന്താണ്, എങ്ങനെയാണ്? ഈ ബാച്ചുകളായിട്ട് 1 മന്ത് കോഴ്സ് എന്ന രീതിയിലാണ് ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1 മന്ത് കോഴ്സ്. അതെ അതെ, ഇത് ഓൺലൈനിലാണ്, ഓൺലൈൻ കോഴ്സായിട്ട് സൂം സൂമിൽ പ്ലാറ്റ്ഫോമിൽ. ഒരു ആദ്യം തുടങ്ങിയ 7 ഡേയ്സ് ഒരു ട്രെയിനിങ് ആയിരുന്നു. എൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് 2 hours വെച്ചുള്ള. പിന്നീട് അവർക്കുള്ള സർവീസ് മെൻറ്ററിങ് ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് അവർക്കൊരു സർവീസ് കൊടുത്തു. ഓരോരുത്തർക്കും ഓരോ മെൻറ്റേഴ്സ് രീതിയിൽ അത് അപ്പോൾ ഇത് start ആദ്യം ചെയ്തു. താങ്കൾ ചെയ്യുന്നത് എന്താണ്? ആദ്യം ചെയ്തത് ഞാൻ എന്ത് ചെയ്തു, ഈ ആളുകൾക്ക് ഓൺലൈനായി സെഷൻ കൊടുത്തു. ഫ്രീ ആയിട്ട് കൊടുക്കും. ഫ്രീ ആയിട്ട് കൊടുത്തു. ആ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ഫ്രീ സെഷനുകളായിട്ട് നമ്മൾ അവയർനെസ് നേരമാണ്? സെഷനുകളെ കൊടുത്ത് രാവിലെ 7 to 8 1 മണിക്കൂർ സെഷൻ ആയിരുന്നു. കഴിഞ്ഞ 3 വർഷത്തോളമായിട്ട് അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു ഫ്രീ സെഷൻ ഉണ്ട്. ഫ്രീ സെഷൻ. 7 to 8. അതെ അതെ അതെ. അത് ഇത് എന്താണ് EFT എന്ന് താങ്കൾ പറഞ്ഞു കൊടുക്കും. അതിലൂടെ നമ്മൾ ഈ ആളുകളുടെ പ്രശ്നങ്ങളെ കുറിച്ച് അവയർനെസ് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഈ ഇമോഷണൽ ട്രോമ എങ്ങനെ ഉണ്ടാവുന്നു, ചൈൽഡ്ഹുഡ് ട്രോമ എങ്ങനെ ഉണ്ടാവുന്നു, പാരന്റിങ് ഇഷ്യൂസ് എങ്ങനെയാണ്, അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ സ്ട്രെസ് ഉണ്ടാക്കുന്നത്, ഇതെങ്ങനെയാണ് നമ്മുടെ ഡിസീസിലേക്ക് മാറുന്നത്, ഇങ്ങനെ തുടങ്ങിയുള്ള അവയർനെസ് സെഷനുകൾ നമ്മൾ കൊടുത്തു. മൈൻഡ് ബോഡി കണക്ഷനെ കുറിച്ചും അതുപോലെ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ റൂട്ട് കോസ് എങ്ങനെ കണ്ടെത്താം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ വിഷയങ്ങൾ ക്ലാസ്സുകൾ കൊടുത്തു. അപ്പോൾ EFT അതിന് സൊല്യൂഷനായിട്ട് നമ്മൾ ആളുകളെ പരിചയപ്പെടുത്തുക ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്ലാസ് കേട്ടപ്പോൾ തന്നെ ഒരുപാട് മാറ്റം വന്നു. അതിലൂടെ അവരെന്ത് ചെയ്തു, മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മളെ കണക്ട് ചെയ്യുകയും ഈ ബാച്ചിലുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ ജോയിൻ ചെയ്യണം. അപ്പോൾ പിന്നീട് അതൊരു ബാച്ചാണ്. നമ്മൾ ചെയ്യുന്നത് 1 മന്ത് കോഴ്സായിട്ടാണ്. അതായത് 14 ദിവസം ഓൺലൈൻ സെഷൻസ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മെൻറ്ററിങ് ബാക്കി, അതായത് ഈ 14 ക്ലാസ് ഉൾപ്പെടെ 1 മന്ത് മെൻറ്ററിങ്ങും ഉണ്ട്. മെന്ററിംഗ് എന്ന് പറയുന്നത് താങ്കൾ തന്നെയാണോ ചെയ്യുന്നത്? അല്ല, നമ്മളെ കീഴിൽ കോഴ്സ് ചെയ്ത ആളുകൾ തന്നെ ഇതിൽ ഇൻട്രസ്റ്റ് ആയിട്ട് വന്ന ആൾക്കാരാണ്. ഓക്കെ. അവർക്കും ഒരു ആഗ്രഹം ഈ ആളുകളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വന്ന ആളുകളാണ്. അപ്പോൾ അവരെന്ത് ചെയ്തു, നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്ത് അപ്പോൾ അവർക്ക് നമ്മളൊരു ഹെൽപ്പ് തിരിച്ചും കൊടുത്തു. അവർ തീർച്ചയായും. അങ്ങനെ എത്ര പേരുണ്ട് അതിൽ? ഇപ്പോൾ 25 പേര്. 25 അതെ. പേര്. അപ്പോൾ ഒരാൾ എത്ര പേരെ വരെ ഹാൻഡിൽ ചെയ്യാം? ഒരു 5 to 10 ക്ലയൻസിനെ അവർ ഡീൽ അപ്പോൾ ചെയ്യുന്നുണ്ട്. ഒരു ബാച്ചിൽ എത്ര പേരൊക്കെ വരും? 150 to 200 ആണ് ഇപ്പോൾ Very good. നിലവിൽ Online ഒരു ല് ബാച്ചിൽ ഓൺലൈനായിട്ട് അത് വരുന്നത്. താങ്കളൊരു ഫീസും അതിന് വാങ്ങുന്നുണ്ട്. അതെ അതെ അതെ. അപ്പോൾ ഇത് കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ മാത്രമാണോ അതോ അല്ല, ശരിക്കും വേൾഡ് വൈഡ് ആയുള്ള മലയാളീസ് വരുന്നുണ്ട്. വരുന്നു? പ്രധാനമായിട്ടും മലയാളികളാണ് ഫോക്കസ് ചെയ്യുന്നത്. കേരളീയരാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിലും മലയാളികളാണ് ഇപ്പം കൂടുതൽ ഇത്രയും മേഖലയിൽ ആവശ്യക്കാർ. നമ്മളോട് ആവശ്യപ്പെടുന്നതും നമ്മൾ അറിയുന്നവരെ ഒരുപാട് ക്ലാസ്സും മലയാളത്തിലാണ്? ക്ലാസ്സും മലയാളത്തിലാണ്. മലയാളത്തിലാണ്. അപ്പോൾ ഇത് കൂടുതലും വരുന്നത് എത്തരം ആൾക്കാരാണ്? നമ്മൾ കണ്ട ഒരു രീതി കൂടുതലും ഹൗസ് വൈഫ്സ് ആണ്. ഇപ്പോൾ വീട്ടമ്മമാർ കുറേ ആളുകൾ ഇതിൽ വരുന്നുണ്ട്. അത് പ്രധാന കാരണം അവർ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ തന്നെയാണ്.
അതേപോലെ കുറച്ച് മാരീഡ് ലൈഫിൽ അനുഭവിക്കുന്ന പ്രശ്നക്കാർ, അതുപോലെ കുറച്ച് ടീനേജേഴ്സ് ഉള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകൾ. ഇങ്ങനെ പല തരത്തിലുള്ള കാറ്റഗറീസ് ഉണ്ട്. പിന്നെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് അനുഭവിക്കുന്ന ആളുകൾ. എല്ലാം ഒരു സ്ട്രെസ് പാറ്റേൺ ആണല്ലോ. അപ്പോൾ അതിനെ കണ്ടെത്താൻ അവരെ നമ്മൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾ താങ്കളുടെ അസിഡിറ്റിയുടെ പ്രോബ്ലം തീർത്തു എന്ന് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു കേസ് സ്റ്റഡി പറയാനായിട്ട് പ്രേക്ഷകർക്ക്? തീർച്ചയായിട്ടും എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സ്റ്റോറി ഉണ്ട്. 2018 സംഭവം. അതായത് ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ആളുകളുടെ ഇഷ്യൂസ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, അദ്ദേഹത്തിന് കയ്യിന് നല്ല വേദനയാണ്, കൈ പൊക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിന് ഒരു ഹിസ്റ്ററി എടുത്തു. അപ്പോൾ അവർ പറഞ്ഞു ഒരിക്കലും അവർ ഷട്ടിൽ കളിക്കുന്ന സമയത്ത് കാറ്റടിച്ച സമയത്ത് ആഞ്ഞ് വീശിയപ്പോൾ കൈ ബാക്കോട്ട് മറിഞ്ഞുപോയി. അപ്പോൾ അത് വല്ലാത്തൊരു ഷോക്ക് പോലെ നല്ലൊരു പെയിൻ ഉണ്ടായി. അപ്പോൾ അവർ എല്ലാവരും സഹായിച്ചിട്ട് കൊണ്ടുപോയിട്ട് ഇരുത്തി തൈലൊക്കെ തേച്ച് കൊടുത്ത് ഓ. തൽക്കാലം ആശ്വാസം. അതൊരു പ്രശ്നമൊന്നും ഇല്ലാന്ന് വിചാരിച്ചു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പെയിന് മാറുന്നില്ല. അപ്പോഴാണ് ഇദ്ദേഹം ചിന്തിച്ചത് എന്താണ് ഇതിൻ്റെ ഒരു കാരണം? അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയുകയും വന്നിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി. അപ്പോൾ എന്താണ് ഞാനെന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പം ആ പെയിനെ മനസ്സിലാക്കി അതിൻ്റെ ആ ഷോക്കിംഗ് മൊമെൻറ്റ്, നമ്മളതിനൊരു ഫ്രോസൺ മൊമെൻ്റ് എന്ന് പറയും. ആ ഷോക്ക് അനുഭവിച്ച ആ മെമ്മറി എടുത്തിട്ട് അവരെ ക്ലിയർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അവിടെ വെച്ച് ആ സ്പോട്ടിൽ വെച്ച് തന്നെ പകുതി കൈ ഉയർത്താൻ പറ്റി എന്നുള്ളതാണ്. പിന്നീട് ഒരു 1 വീക്ക് തുടർച്ചയായുള്ള പ്രാക്ടീസിലൂടെ ആ പെയിൻ മാറുകയും അത് ശരി. ആ വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയും ചെയ്തു. ഒരു ദുബായിൽ ജോലി വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു അത്. അപ്പോൾ ഈ പെയിൻ മാറി ആ തൊട്ടടുത്ത വീക്കിൽ തന്നെ ഇവർ എൻ്റെ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. അപ്പോൾ ഇവരുടെ വൈഫിനൊരു പ്രശ്നമുണ്ട്. വൈഫിന് 3 പെയിനാണ് പറയുന്നത് പ്രധാനമായിട്ടും. ഷോൾഡർ പെയിന്, ബാക്ക് പെയിന്, ലെഗ് പെയിന്. ഇത് വർഷങ്ങളായി 10 വർഷത്തിലധികമായിട്ട് സഫർ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ ബാക്കോട്ട് പോയി അതിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ 2 ഘട്ടമാണ്. ബിഫോർ മാരേജ്, ആഫ്റ്റർ മാരേജ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഫാമിലി ഹിസ്റ്ററിയൊക്കെ ഓക്കെയാണ്, ആരും ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇവരുടെ ഉള്ളിൽ ഇവരറിയാതെ ഒരു പാറ്റേൺ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഫാമിലി ലൈഫിലേക്ക് കടക്കുമ്പോൾ, പ്രത്യേകിച്ച് മാരീഡ് ലൈഫിൽ കടക്കുമ്പോൾ വലിയ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അപ്പോൾ ഈ ഉത്തരവാദിത്വ ബോധം വല്ലാതെ ഓവറായിട്ട് ഇവർ ക്യാരി ചെയ്ത്, ബേർഡൻ ക്യാരി ചെയ്ത് അങ്ങനെ ഇതൊരു സ്ട്രെസ്സായി ഇവരറിയാതെ മാറുകയാണ് ചെയ്തത്. ഇത് കൺവേർട്ട് ചെയ്ത് പെയിനായി മാറി എന്നുള്ളതാണ് കറക്റ്റ് കണ്ടെത്തിയത്. അപ്പോൾ ഒരു 1½ ഹവേഴ്സിനുള്ളിൽ ഈ 3 പെയിൻ ക്ലിയർ ആവുകയാണ് ചെയ്തത്. എൻ്റെ ലൈഫിലെ ഒരു വലിയൊരു മിറക്കിൾ സ്റ്റോറി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യും. എന്ന് മാത്രമല്ല പിറ്റേ ദിവസം അവർ ടൂർ പോയി. ഈ 10 വർഷമായിട്ട് ടൂർ പോകാത്ത ഈ കപ്പിൾസ് ടൂർ പോവുകയും പിന്നീട് ഇയാളും സുഖമായിട്ട് അവരുടെ ജോലിയിലേക്ക്, കാരണം ഇയാൾക്ക് പൂർണ്ണമായിട്ടും ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുകയും ഇയാളുടെ ഫൈനാൻഷ്യൽ ലൈഫ് കൂടി മാറി ട്ടോ. കാരണം ഇത് ഫ്രീ ആയപ്പോൾ ബിസിനസ്സും ഗ്രോ ചെയ്തു. അങ്ങനെ വലിയൊരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നീടുള്ള ബാച്ചുകൾക്കും അതുപോലെ ആളുകൾക്കൊക്കെ ഒരുപാട് മോട്ടിവേഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അടുത്ത ചോദ്യത്തിന് ആദ്യമേ ക്ഷമ ചോദിച്ചുകൊണ്ട്, കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം താങ്കൾ ഈ വെല്ലുവിളിക്കുന്നത് മെഡിക്കൽ സയൻസിനെയാണ്. എന്ന് വെച്ചാൽ എന്തു പ്രശ്നമുണ്ടെങ്കിലും താങ്കൾ ഈ പറയുന്ന EFT മൂലം പരിഹരിക്കാമെങ്കിൽ നമുക്ക് എന്തിനാണ് ഈ ഡോക്ടേഴ്സ്, ഈ ലോകത്ത് ആശുപത്രികൾ എന്തിനാണ്? എല്ലാവരും സെൽഫ് ഇതുപോലെ തന്നെ അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്താൽ പോരെ എന്നൊരു ചിന്ത വന്നാൽ അതിൽ തെറ്റില്ലല്ലോ. എന്താണ് അതിന് മറുപടി? തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അങ്ങനെ ചിന്ത വരും. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഒരു പക്ഷേ നമുക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ആക്സിഡൻസ്, ഇപ്പം എല്ലിന് ക്ഷതം വരിക, പൊട്ട് വരിക, പെട്ടെന്ന് ആക്സിഡൻ്റൽ ഇത്ര ഇഷ്യൂസൊക്കെ വരുന്ന സമയത്ത് അവിടെയൊക്കെ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് വേണം. തീർച്ചയായിട്ടും. അപ്പോൾ ബ്ലഡ് ഒക്കെ നിൽക്കണമെങ്കിൽ അതിൻ്റെ മെഡിസിൻ വേണം. ചിലപ്പം പെട്ടെന്നുള്ള സർജറി ഒക്കെ ചെയ്യണമെങ്കിൽ അവിടെ ആ നീഡാണ്. അതിനൊന്നും നമ്മൾ ഒരിക്കലും എതിരല്ല. എന്നാൽ ഇതല്ലാത്ത ഇത് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവർക്ക് അങ്ങനെ സ്ട്രെസ് പാറ്റേൺ ഉണ്ടെങ്കിൽ ഇതിനെ വേഴ്സൺ ചെയ്യുന്ന ആ സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിനെ തീർച്ചയായിട്ടും അവിടെ റിലീഫ് കൊടുക്കാം, പെയിന് റിലീഫ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ബേസിക്കലി അവർ എടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട വേണം. എന്നാൽ അതിന് കൂടെ ഈ സ്ട്രെസ് പാറ്റേൺ കാരണമായിട്ടുണ്ടാകുന്ന നല്ലൊരു ശതമാനം ഡിസീസും ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഇതിനെ ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അതിന് ഫ്രീഡം നൽകാൻ പറ്റും എന്നുള്ളതാണ്. താങ്കൾ പറഞ്ഞതിനോടൊരു ഉപചോദ്യം കൂടി. ഈ EFT എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രയോജനപ്പെടുമോ? എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടണം എന്നില്ല. ഇതിന് പ്രധാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഒരു അവയർനെസ് ലെവലുണ്ട്. അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകൾക്കാണ്. ഈ പരമ്പരാഗതമായുള്ള ട്രീറ്റ്മെൻറ്റിൽ അതിയായി വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഇത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അത്. അതേസമയം ഇതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അവയർനെസ് ഉണ്ടായാൽ അവർക്കും നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തിയ
റിസൾട്ടിൽ നമുക്ക് ഈ മനസ്സിലാവുന്നത്. EFTയെ കുറിച്ച് ശാസ്ത്രീയമായ എന്തെങ്കിലും പഠനങ്ങൾ നടത്തി ഇതെവിടെയെങ്കിലും തെളിയിച്ച് ഇതിന് എഫക്റ്റീവ്നെസ് ഉണ്ടാവും എന്ന എന്തെങ്കിലും റിപ്പോർട്ടുകളോ സർട്ടിഫിക്കേഷനോ ഉണ്ടോ? തീർച്ചയായിട്ടും ഒരുപാട് ക്ലിനിക്കൽ റിസൾട്ട്സ് ഉണ്ടെന്നാണ്. യൂട്യൂബിൽ നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ ഒരുപാട് ടെസ്റ്റിമോണിയൽസ് കാണാൻ പറ്റും. ബിഫോർ EFT, ആഫ്റ്റർ EFT, ഷുഗർ മാറിയത്, അതേപോലെ എന്താണ് കുറേ ആയിട്ട് അനുഭവിക്കുന്ന മൈഗ്രെയിന്, അതുപോലെ തലവേദന, പല മെഡിസിൻസ് കഴിച്ചിട്ട് മാറാത്ത പല അസുഖങ്ങളും വലിയ മാറ്റങ്ങളുടെ റിപ്പോർട്ടുകളുണ്ട്. താങ്കളത് ഒരു താങ്കൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ച് അതിനുശേഷം ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച ഒരാളാണ്. താങ്കളുടെ ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും ഇത് ഒരുപാട് ആൾക്ക് എത്തിക്കണം എന്നുള്ള ഒരു മിഷൻ എനിക്കുണ്ട്. കോഴ്സ് എൻ്റെ ലൈഫ് റിസൾട്ട് കിട്ടിയപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചാണ് പഠിപ്പിക്കാനുള്ളൊരു എൻ്റെ സ്കില്ലുണ്ടല്ലോ, അത് ഇതെത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ മലയാളികൾ തന്നെയാണ്, ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകൾ മലയാളികൾ തന്നെയുണ്ട്. അപ്പോൾ അവരിലേക്ക് ഈ ഫൗണ്ടേഷൻ അവരിലേക്ക് മാക്സിമം ആൾക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നീട് അതെന്ത് ചെയ്യുക, GCC ആണ് അടുത്ത ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ കാണുന്നത്. ഓൾറെഡി നമ്മൾ ദുബായിൽ സ്റ്റാർട്ട് ചെയ്തു, രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. കുറേ പ്രോഗ്രാംസ് ഓൺലൈനും ഓഫ്ലൈനും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് മറ്റ് രാജ്യങ്ങളിലും അത് വ്യാപിപ്പിച്ചുകൊണ്ട് അടുത്തൊരു ഘട്ടം, പിന്നീട് ഇൻ്റർനാഷണലി ലോകം മുഴുവൻ എത്തിക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു ഫൈനൽ ഘട്ടമായിട്ട് കാണുന്നത് ഹീലിംഗ് റിട്രീറ്റ്സ് എന്ന രീതിയിൽ ഒരു സങ്കല്പം. അതായത് ഇത്തരം പ്രശ്നക്കാരായ ആളുകൾ ഇപ്പോൾ 1-2 ദിവസം ട്രെയിനിങ് മതിയാവില്ല, ഹീലിംഗോ അല്ലെങ്കിൽ സിറ്റിങ്ങോ ഒന്നും മതിയാവില്ല. ഇവർക്ക് നേരെ വന്ന് താമസിച്ച് പ്രശ്നങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി ഹീൽ ചെയ്യുന്ന ഹീലിംഗ് റിട്രീറ്റ്സ് എന്ന ഒരു വിഷൻ കൂടെ കാണുന്നുണ്ട്. വലിയ സ്വപ്നങ്ങളാണ് താങ്കൾ. വലിയ സ്വപ്നങ്ങളായിട്ടാണ് യാത്ര ചെയ്യുന്നത്. നിങ്ങൾ കേട്ടു റഫീഖ് ചെറുശ്ശേരി എന്ന ഈ സംരംഭകൻ എന്നെനിക്ക് പറയാൻ ആവില്ല. പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ EFT എന്ന മേഖല അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ അധ്യാപനം, അതായത് ഒരു അധ്യാപകനാണ്, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ജോലിയാണ്, ഒരു വലിയ ജോലി തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. അത് വേണ്ടെന്ന് വെച്ചിട്ട് കംഫർട്ട് സോൺ പൊട്ടിച്ച് പുറത്തേക്ക് വന്ന് ഒരു കർമ്മമേഖല കണ്ടെത്തി അത് അദ്ദേഹത്തിൻ്റെ പാഷനാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം ചെറിയ രീതിയിൽ തുടങ്ങിയെങ്കിൽ ഇന്ന് 8000-ഓളം പേരെ അദ്ദേഹം സഹായിക്കുന്നുണ്ട്. നമുക്ക് പല പ്രശ്നങ്ങളുടെയും തുടക്കം സ്ട്രെസ്സാണ്. പക്ഷേ സ്ട്രെസ്സ് എവിടെയോ ഇമോഷണലി നമുക്ക് വന്ന് കിടക്കുന്ന ഒരു ബ്ലോക്ക് ഉണ്ടാവും. അതെന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ പട്ടം പൊട്ടിയ പോലെ നമുക്ക് പറക്കാമായിരിക്കാം. അപ്പോൾ അതിന് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെ സഹായിച്ചേക്കാം. തീർച്ചയായും ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുക. ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഇദ്ദേഹത്തെ പോലുള്ള വ്യക്തികളുടെ സഹായം തേടിയാൽ ചിലപ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളുടെയും പരിഹാരം കണ്ടെത്തിയേക്കാം. മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. അത് രാത്രി നമുക്ക് ശാന്തമായി കിടന്ന് ഉറക്കം വരുന്നുണ്ടെങ്കിൽ, ടെൻഷൻ ഇല്ലെങ്കിൽ, പിരിമുറുക്കമില്ലെങ്കിൽ, അതോടൊപ്പം തന്നെ ഈ കാണുന്ന മൈഗ്രെയിനും പല പെയിനുകൾക്കുമൊക്കെ കാരണം എവിടെയോ തടസ്സമായി കിടക്കുന്ന ഒരു പ്രശ്നമാണ്. അതൊന്ന് അഴിച്ചുവിടാൻ സാധിച്ചാൽ ചിലപ്പോൾ നമ്മുടെയൊക്കെ ആരോഗ്യവും മനസ്സും ഒക്കെ നന്നാവും, ബന്ധങ്ങൾ നന്നാവും. താങ്കളുടെ കർമ്മമേഖല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കർമ്മമേഖലയാണ്. ഞാൻ പലരെയും സ്പാർക്കിൽ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇതുപോലൊരു പരീക്ഷണം താങ്കൾ നടത്തി അതിൽ പലർക്കും റിസൾട്ട് കിട്ടി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. താങ്കൾക്ക് നിരവധി പേരെ ഇതുപോലെ ഇമോഷണൽ ഫ്രീഡം കൊടുക്കാൻ സാധിക്കട്ടെ എന്ന വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.